തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ വരുന്ന നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം. കേരളത്തിലെ ശ്രദ്ധേയമായ മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി പിടിച്ചെടുക്കാൻ കഴക്കൂട്ടത്തെ ബി.ജെ.പിയുടെ വലിയ കുതിച്ചുചാട്ടമാണ് സഹായകരമായത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം. മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി മുൻ സംസ്ഥാന പ്രസിഡന്റുമായ വി മുരളീധരനാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. മറുഭാഗത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് LDF-നെ നയിക്കുന്നത്. സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം 2016 മന്ത്രിയായിരുന്നു. ആ സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ആരോപണ വിധേയനായ ആളാണ്. പോറ്റിയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അദ്ദേഹത്തെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു, പക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രം. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ കുറ്റാരോപിതനായ സ്ഥിതിക്ക് അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് മത്സരിക്കുന്നത്. 3-ാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് വളരെയധികം ദുർബലമാണ്. ശരത്ചന്ദ്ര പ്രസാദാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം. കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ, അതേപോലെ രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ K. ജയപ്രസാദ് കഴക്കൂട്ടത്തെ ബി.ജെ.പിയുടെ സാധ്യതകളെ കുറിച്ച് വിശകലനം ചെയ്യുകയാണ്. നമസ്തേ. ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കില്ല എന്ന് വരെ ഉള്ളൊരു സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം മത്സരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ സാധ്യതകൾ കഴക്കൂട്ടത്ത് എത്രത്തോളം ഉണ്ട്? കഴിഞ്ഞ 12 വർഷമായിട്ട് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ കഴക്കൂട്ടത്തെ നമുക്ക് നോക്കിക്കാണണം ഒരു ഭാഗത്ത്. മറ്റൊന്ന് കേരളത്തിന്റെ കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഗവൺമെന്റിനെതിരായിട്ടുള്ള വിധിയെഴുത്ത്, ലാൻഡ് ഇൻകംബൻസി ഫാക്ടർ, അതുപോലെ കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ്. ഈ 3 തരത്തിലും നമുക്കിതിനെ അവലോകനം ചെയ്യുകയാണെങ്കിൽ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായൊരു സ്റ്റേബിൾ വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം 2014 മുതൽ. അതിൽ നമുക്ക് 2 തരത്തില് നമുക്ക് നോക്കിക്കാണാം. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒരു ഭാഗത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അവലോകനം ചെയ്യാം. അതുപോലെ തന്നെ 2 നിയമസഭ. ഇതിൽ നമ്മൾ ബി.ജെ.പിയുടെ വോട്ടിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് സാധാരണ നമ്മളെ മാധ്യമ ചർച്ചകളിൽ കണക്കുകൾ അങ്ങനെ പറയാതെ ജയവും തോൽവിയും ആയിരിക്കുമല്ലോ പറയുക. അപ്പൊ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിട്ട് ബി.ജെ.പി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വോട്ട് ബാങ്ക് എന്ന് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് 2014 37.1%, 2019 34.38%, 2024 40.51% വോട്ട് ലഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഏറ്റവും മികച്ച പ്രകടനം. ഇതിൽ എടുത്തു പറയേണ്ടത് 2014 2024 ബി.ജെ.പി ആണ് കഴക്കൂട്ട മണ്ഡലത്തിൽ 1-ാം സ്ഥാനത്ത് വന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ 1% വോട്ടിന്റെ വ്യത്യാസത്തിന് ശശി തരൂരിന് മുന്നിൽ വന്നിരുന്നു. നാമമാത്രം ഒരു 1000 വോട്ടിന്റെ ഡിഫറൻസ് ആണ് ആ മണ്ഡലത്തിലുണ്ടായത്. അതായത് കഴിഞ്ഞ 12 വർഷം ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ 3 ഇലക്ഷനിലും ബി.ജെ.പിക്ക് 35-40% സ്റ്റേബിൾ വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ഇവിടെ നമ്മളെ വോട്ട് ബാങ്ക് എന്ന് പറയാൻ കഴിയുമോ? എന്റെ ചോദ്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഈ ഒരു അഡ്വാൻറ്റേജ് ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ 2016 വി മുരളീധരൻ പരാജയപ്പെട്ടു, 2021 ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ചരിത്രം കൂടി ഇല്ലേ? അല്ല, ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു ചെറിയ വ്യത്യാസമേ അവിടെ വരുന്നുള്ളൂ. നമ്മൾ 2011 തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ബി.ജെ.പി എന്ന് പറഞ്ഞതിന്റെ ഒരു വളരെ ചെറിയ ഒരു കേവലം 6% വോട്ട് വാങ്ങുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇപ്പൊ 2016 തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴത്തേക്കും കഴക്കൂട്ടത്തെ ബി.ജെ.പി 31.9% വോട്ട് നേടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബി.ജെ.പിയുടെ ബേസിനെ നമ്മൾ എടുക്കേണ്ടത് 2016 യാത്രയിൽ 31%, അത് 2029 ആകുമ്പോഴത്തേക്കും അത് ഏതാണ്ട് 30%, 2021 അതിൽ 30% അടുത്ത്, അതായത് 29.6%, ചെറിയ വേരിയേഷൻ വന്നിട്ട് കുറവുണ്ടായി. അത് കേരള അടിസ്ഥാനത്തിൽ തന്നെ 2016 ചെറിയ വ്യത്യാസമാണ്. പക്ഷെ ഇവിടെ അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ വോട്ട് ക്രമാതീതമായി താഴോട്ടാണ് പോകുന്നത്. അതിന്റെ ബെനിഫിഷ്യറി ആയിട്ടാണ് അവിടെ ലെഫ്റ്റ് വിജയിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് 2016 2021 ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുന്നത്
സാമാന്യം മോശമല്ലാത്ത രീതിയിൽ 46% വോട്ട് വാങ്ങിയാണ് കടകംപള്ളി 2021 ജയിച്ചത്. 2016 അദ്ദേഹം 37% വോട്ടാണ് വാങ്ങിയത്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് BJPക്ക് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ 37% മുതൽ അല്ലെങ്കിൽ 40% വരെ പോൾ ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. കടകംപള്ളി 2016 ജയിക്കുമ്പോൾ 37% വോട്ടാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് അത് 46% വർദ്ധിപ്പിച്ചു 2021. അപ്പൊ ആ സാഹചര്യം നമുക്കറിയാം കോവിഡാനന്തര കാലഘട്ടത്തിലാണ്. BJPക്ക് വോട്ട് ചെയ്തിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തതിന് ചെറിയൊരു ശതമാനം അല്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടാവും. വലിയ രീതിയിലുള്ള വോട്ട് ഷിഫ്റ്റ് നടന്നില്ല. കാരണം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഷിഫ്റ്റ് നടന്നത് കോൺഗ്രസ് വോട്ടുകളിലാണ്. 2016 അതായത് 2011 46% ശ്രീ വാഹിദിന് അവിടെ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതെങ്കിൽ 2016 ആകുമ്പോൾ 46 നിന്ന് അത് 28% കുറഞ്ഞു. 2021 അത് 23% കുറഞ്ഞു. ആദ്യം 18% കുറഞ്ഞു, അല്ലെ, പിന്നെ 5%. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ വോട്ട് എന്ന് പറയുന്ന ഫലത്തിൽ കോൺഗ്രസിൽ നിന്ന് വളരെ വലിയൊരു ശതമാനം വോട്ട് ചോർന്നതിന്റെ ബെനിഫിഷ്യറി ഒരു മേജർ ഷെയർ ഇടതുപക്ഷത്തേക്ക് പോയി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആയിരിക്കണം കൂടുതൽ ആ തരത്തിൽ പോകുന്നത് BJPക്ക് ലഭിക്കേണ്ടത്. അപ്പം BJPക്ക് ഇടതിന്റെയും വലതിന്റെയും വോട്ട് ഷെയർ ലഭിക്കേണ്ടായിരുന്നു. കാരണം 2011 അവിടെ LDFന് 4.36% വോട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2014 അത് 37% കുറഞ്ഞു. ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട സമയത്തിന് 44.38% ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, കോൺഗ്രസിന്റെ വോട്ട് വളരെയധികം ഒരു വോട്ട് ഷെയർ വലിയൊരു ഷിഫ്റ്റ് ഇടതുപക്ഷത്തേക്ക് നടക്കുന്ന ഒരു മണ്ഡലമായിരുന്നു കഴക്കൂട്ടം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ലോകസഭയിലെ ലെഫ്റ്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2014 ലോകസഭയിൽ ലെഫ്റ്റിന് കിട്ടിയ 28%, 2019 അത് 28.4%, 2024 അത് 26.8%. യഥാർത്ഥത്തിൽ കഴക്കൂട്ടത്തെ ലെഫ്റ്റ് വോട്ട് എന്ന് പറയുന്നത് ഈ 28 മുതൽ 26% വരെ ഉള്ള 3 തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ പെർഫോമൻസ് ആണ്. ബാക്കി ന്യൂനപക്ഷ ഏകീകരണവും അല്ലെങ്കിൽ BJP എതിർക്കുന്ന കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കില്ല അല്ലെങ്കിൽ BJP ജയിക്കും എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാകുകയും അങ്ങനെ വോട്ട് മാറി ചെയ്യുന്നതിന്റെ ബെനിഫിഷ്യറിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് നമ്മൾ എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരം ജില്ലയെ നമ്മൾ മലപ്പുറം ജില്ലയുമായിട്ട് നോക്കുകയാണെങ്കിൽ താരതമ്യം ചെയ്യാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് 2016 കോൺഗ്രസിന് 2 സീറ്റുകളാണ് തിരുവനന്തപുരത്ത് ലഭിച്ചത്, അരുവിക്കരയും കോവളവും. 2021 1 സീറ്റിലേക്ക് അത് മാറി. എന്തുകൊണ്ട് കോൺഗ്രസിന് തിരുവനന്തപുരത്ത് റിവൈവൽ സാധ്യമാകാത്തതിന്റെ പ്രധാന കാരണം BJPയുടെ വോട്ട് ഷെയർ 14 മണ്ഡലങ്ങളിലും വ്യാപകമായി കൂടുകയുണ്ടായി. അപ്പം പല മണ്ഡലങ്ങളിലും BJP ജയിക്കുമെന്നുള്ള ഒരു അപ്രിഹെൻഷൻ ചില പ്രത്യേക വിഭാഗങ്ങൾ ഉണ്ടാകുകയും അവരത് ഇടതുപക്ഷത്തേക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ മത്സരം ഫലത്തിൽ ഈ ലെഫ്റ്റും BJPയും തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പിണറായി വിജയനെതിരെ എന്തൊക്കെ ജനങ്ങളുടെ എതിരായ അഭിപ്രായമുണ്ടെങ്കിലും, അഴിമതിക്കെതിരായ വികാരമുണ്ടെങ്കിലും, ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിലും, അതിന്റെ ബെനിഫിഷ്യറി തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ആകില്ല, അത് BJPയിലേക്ക് വരും. അപ്പം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഞാനതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ല 3 തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് BJPയുടെ സ്റ്റേബിൾ ആയിട്ടുള്ള വോട്ട് ബാങ്കും CPMന്റെ ഫ്ലോട്ടിംഗ് വോട്ടാണ് CPM ലഭിക്കുന്നത്. അതായത് ലോകസഭയിൽ വരുമ്പോഴത്തേക്ക് വളരെ താഴ്ന്നു, എന്നാൽ നിയമസഭ, അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വോട്ടിംഗ് നടക്കുകയാണ്. അവിടെ ചില വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ ലോകസഭയിൽ തിരസ്കരിക്കുകയും നിയമസഭയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ BJPക്ക് അത് വരുന്നില്ല. ആ തരത്തിലുള്ള വോട്ട് ഷിഫ്റ്റ് BJPയുടെ വോട്ട് ബാങ്കിൽ വരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ 40.56%, 5-6 വോട്ടാണ്. ആ പെർസെന്റേജ് നിലനിർത്താൻ BJP ജയിക്കാൻ പറ്റും. ആ പെർസെന്റേജ് നിലനിർത്തിയാൽ തന്നെ ജയിക്കാൻ കഴിയും. അത് 20-ൽ താഴാൻ പാടില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് കോൺഗ്രസിന് കഴക്കൂട്ടം മണ്ഡലത്തില് യാതൊരു തരത്തിലുമുള്ള റിവൈവലിനുള്ള സാധ്യതയില്ല. ഒന്നുകിൽ കടകംപള്ളി സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. അപ്പം അത് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർ അത് പറയാൻ തോന്നില്ല. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള സാഹചര്യം ഉണ്ടായി. നമുക്കറിയാലോ, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യലിന് മാത്രം വിധേയമായി നിൽക്കുന്ന ഒരാളാണ്. എല്ലാ സംശയത്തിന്റെ മുന്നകളും അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്.
അദ്ദേഹം തന്നെ ഏറ്റവും ദുർബലനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം ഈ അവസരത്തിൽ മത്സരിക്കുന്നത്. അപ്പൊ ബി ജെ പിയുടെ ഭാഗത്ത് അങ്ങനെയല്ല, വളരെ ക്രിയാത്മകമായ, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഏറ്റവും മനോഹരമായിട്ടൊരു വിദേശകാര്യ വകുപ്പ്, വിശേഷിച്ച് നമ്മുടെ NRI വിദേശ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ മുരളീധരന്റെ റോളും അദ്ദേഹം മണ്ഡലത്തിൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും അല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ആ തരത്തിൽ അദ്ദേഹത്തിന്റെ കാര്യക്ഷമത തെളിയിച്ച മന്ത്രിയായി തെളിയിച്ച ഒരാള് അദ്ദേഹം. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് ആ മണ്ഡലത്തിലെ വോട്ടറാണ്. ആ മണ്ഡലത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സംശയമില്ലാതെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ മുരളീധരൻ. കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ ലഭിക്കുന്നത് 23-നും അല്ലെങ്കിൽ 28-നും ഇടയിലുള്ള വോട്ട് ശതമാനമുള്ളേക്ക്. അപ്പൊ അതിനെ അതിജീവിക്കാൻ ശരത്ചന്ദ്ര പ്രസാദിന് കഴിയണമെന്നില്ല. കാരണം കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യം, BJPയുടെ വളർച്ച, അപ്പൊ ഇടതുപക്ഷവും BJPയും തമ്മിലാണ് നേർക്കുനേർ മത്സരം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ കഴക്കൂട്ടം മണ്ഡലത്തിലെ MLA BJP സ്ഥാനാർത്ഥിയായിരിക്കും എന്നുള്ളതിന് ഈ കണക്കുകളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ലെഫ്റ്റ് വോട്ടിന്റെ പോലെയുള്ള ഒരു യാതൊരു തരത്തിലുമുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് BJP വോട്ട് ബാങ്കിൽ കാണില്ല. അതിലൊരു 1-2% വ്യത്യാസം മതി BJPക്ക് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ കഴക്കൂട്ടം വിജയിക്കാനായിട്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം ആ തരത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു മണ്ഡലമായിരിക്കും.